മാനസ ബാരിക്കേഡ് മറികടന്ന് SFI പ്രവർത്തകർ ഇപ്പോൾ കേരള സർവകലാശാല VC-യുടെ ചേംബറിന് മുൻപിലേക്ക് എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന്. ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, VC-യുടെ ചേംബറിന് മുൻപിലേക്ക് SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്ത് നിന്നും ഇവിടെ സർവകലാശാലയിൽ ഉണ്ടാകൊണ്ടിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയ SFI പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് സർവകലാശാല ആസ്ഥാനത്തിനകത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ഈ സർവകലാശാല ആസ്ഥാന മന്ദിരത്തിനകത്തേക്ക് പോലീസ് കാവൽ പോലും ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് കടക്കുന്നതാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴേതായാലും പ്രവർത്തകരെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രധാന കവാടം വഴി അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്ന SFI പ്രവർത്തകരെ, പ്രത്യേകിച്ചും SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, പ്രസിഡന്റ് ശിവപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് SFI പ്രവർത്തകർ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. അവരെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും പോലീസ് വഴക്ക് കൊടുക്കാൻ തയ്യാറല്ല. ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധം തുടരുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്തു നിന്നും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. SFI പ്രവർത്തകർ ഇവിടെ ഗേറ്റിന് മുന്നിലാണ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് പ്രവർത്തകരെ തടഞ്ഞത്. പക്ഷേ അവിടെ നിന്നും ബാരിക്കേഡിന് മുകളിലൂടെയാണ് പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തിനുള്ളിലേക്ക് കടന്നത്. അകത്തേക്ക് കടന്നു സർവകലാശാലയ്ക്കുള്ളിലും വലിയ പോലീസ് ബന്ദോബസ്ത് തന്നെയാണ് ഒരുക്കിയിരുന്നത്. പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് സർവകലാശാല കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാനുള്ളൊരു ശ്രമവും SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു തരത്തിലും ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും നടപടികൾ അംഗീകരിച്ച് മുന്നോട്ട് പോകില്ല, അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരും എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി തന്നെയാണ് ഇപ്പോഴും ഈ പ്രതിഷേധം ഇവിടെ തുടരുന്നത്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് സെക്രട്ടറി തന്നെയാണ്. ഏതായാലും ഇതിൽ ശക്തമായ പ്രതിഷേധം, കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഈ സർവകലാശാല തുടർന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് വലിയ തോതിൽ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരു വേളയിൽ പ്രവർത്തകർക്ക് നേരെ വലിയ തോതിലുള്ള പ്രകോപനം വരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ ഒരു തരത്തിലും പോലീസ് നടപടി അംഗീകരിച്ചിട്ടില്ല. തങ്ങൾ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ SFI പ്രവർത്തകർ വ്യക്തമാക്കിയത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം, അത് പോലീസ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് SFI പ്രവർത്തകർക്ക് നേരെ വലിയ പ്രകോപനം ഉണ്ടാകുന്നു. പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെങ്കിൽ പോലും ലാത്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടാൻ പോകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇത് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരാനിടയാക്കുന്നത്. ഏതായാലും പ്രതിഷേധത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് SFI പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ പോലീസിന്റെ നീക്കങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധമാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് SFIയുടെ ഭാഗത്ത് നിന്നും ഇവിടെ സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്.